വെറുതെ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നപ്പോൾ തോന്നിയ ഐഡിയ ചെയ്യണമെന്ന് കടൽ കണ്ടാലോ എന്ന്. അങ്ങനെ കടൽ കാണാനായിട്ട് ഞാൻ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. പോണ വഴിക്കാണെങ്കിൽ ഒരു ഷവർമ്മ കട ഉണ്ട്, ഷവർമ്മയും കൂടെ കഴിക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയയിൽ ഷവർമ്മയും വാങ്ങിച്ചു. ആ ഒരു ആവേശത്തിൽ ഞാൻ കടയിൽ കയറി ഒരു റോളും പറഞ്ഞ് പുള്ളിക്കാരൻ കുബൂസ് എടുത്തപ്പോൾ തന്നെ എൻ്റെ പകുതി ആവേശവും പോയി. സാധാരണ കടയിലൊക്കെ ഇതിനേക്കാളും വലിയൊരു റോളാണ് കിട്ടാറ്, പക്ഷേ ഇത് കുഴപ്പമില്ലാന്ന് ഞാൻ വിചാരിച്ച് കിട്ടിയ സാധനവും വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. 70 രൂപ ആയിട്ടുള്ളൂ. അങ്ങനെ നേരെ വന്ന് നിന്നത് മുതലപ്പുഴ പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ആളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ നോക്കിയിട്ട് ഞാൻ നേരെ താഴോട്ട് പോയി. ഒരു ആളനൊക്കെ ഇല്ലാത്തൊരു സ്പോട്ടിൽ പോയിട്ട് ഞാൻ പതിയെ വണ്ടിയും സെറ്റാക്കി വെച്ച് ആ ഒരു കടപ്പുറത്ത് തിട്ടേ കയറി ഇരുന്നു കേട്ടോ. അങ്ങനെ സൺസെറ്റ് ആസ്വദിച്ചുകൊണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഷവർമ റോളും എടുത്ത് പതിയെ ഓപ്പൺ ചെയ്തൊരു കടി അങ്ങ് കടിച്ച്. ആ കടിയോടെ മനസ്സിലായി എൻ്റെ ആവേശത്തോടെ ഞാൻ വാങ്ങിച്ച എൻ്റെ കഴപ്പങ്ങ് മാറിയെന്ന്. ഇങ്ങനൊരു ഷവർമ റോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ചിക്കൻ കറിയിൽ ഉപ്പും കൂട്ടിയിട്ട് കുബൂസിൽ പൊതിഞ്ഞ് തന്ന പോലെ ഉണ്ടായിരുന്ന ഒരു സാധനം. എന്തിനാണ് എന്തോ ഉപ്പുകാറ്റിൻ്റെ ഉപ്പ് കൂടിയും കൂടെ ആയപ്പോഴത്തേക്കും അടിപൊളിയായി. പിന്നെ 70 രൂപ എടുത്ത് വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മനസ്സില്ലാതെ മനസ്സോടെ അത് മുഴുവൻ തിന്ന് തീർത്ത് കേട്ടാ. തിന്ന വേസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ അവിടെ കളഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാം എൻ്റെ പോക്കറ്റ് സേഫായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പൈസയും പോയി, സാധനവും കൊള്ളൂലായിരുന്നു എന്നുള്ള വിഷമത്തിൽ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് തിരയെ എണ്ണി എൻ്റെ സങ്കടവും മാറ്റിയിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോവാം, കഴപ്പ് മാറിയല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് വണ്ടി എടുക്കാൻ പോയപ്പോഴത്തേക്കും പൊളുത്തി കിടക്കണം. വണ്ടി സ്റ്റാർട്ട് ആവണില്ല, ബാറ്ററി ഡൗൺ ആയി. ഇടിവെട്ടിയോൻ്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയായിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. മറ്റു ആളുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കിയിട്ട് വണ്ടിയും ആളും കുറഞ്ഞപ്പോൾ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കി വീട്ടിലോട്ടൊരു പോക്കൊക്കെ പോയി.